ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്ക് വേണ്ടി ജീവിച്ച, നമ്മുടെ മുമ്പ് ജീവിച്ചു പോയ ചില ആളുകൾ അനുഭവിച്ച വിശപ്പുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് കാരണം ആരും പുറത്തിറങ്ങാൻ സാധ്യതയില്ലാത്ത ഒരു ഉച്ച സമയത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആ പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് വെച്ച് പ്രവാചകൻ്റെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖിനെ കാണുന്നു. അങ്ങനെ അവർ രണ്ടുപേരുമുള്ള സംസാരത്തിൽ അവർക്ക് കാര്യം പിടികിട്ടുന്നു. അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ആ ഒരു ഉച്ച സമയത്ത് പുറത്തിറങ്ങിയത് വിശപ്പ് കാരണമായിരുന്നു. അവർ രണ്ടുപേരും സംസാരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വഴിയോരത്ത് മറ്റൊരാളെ കൂടി കാണുന്നു. അത് അവരുടെ സുഹൃത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരുന്നു. അങ്ങനെ അവർ മൂന്ന് പേരും വിശപ്പ് കാരണം അവരങ്ങനെ അവരുടെ സംസാരവുമായി മുന്നോട്ട് പോയി ഒരു സ്വഹാബിയുടെ തോട്ടത്തിലെത്തുന്നുണ്ട്. മദീനത്തുള്ള ആ തോട്ടത്തിലേക്ക് ഇവരെ മൂന്ന് പേരും അവർ കയറുന്നത് കണ്ട സമയത്ത് അവരെ മൂന്ന് പേരെയും സ്വീകരിക്കാൻ വേണ്ടി ആ സ്വഹാബി ഓടി വരുന്നുണ്ട്. അങ്ങനെ അവരെ മൂന്ന് പേരെയും സൽക്കരിച്ചിരുത്തുന്നു. അങ്ങനെ ആ സൽക്കരിച്ചിരുത്തി അവർക്ക് അല്പം വെള്ളവും അല്പം കാരക്കകളും ആ തണലിലിരുന്ന് അവർക്ക് മൂന്ന് പേർക്കും ആ സ്വഹാബി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി ആ സ്വീകാര്യം ഏറ്റുകൊണ്ട് അവർ മൂന്ന് പേരും വെള്ളം കുടിച്ച് ഈത്തപ്പനകളും കാരക്കകളും അവരങ്ങനെ കഴിക്കുന്ന സമയത്ത് പ്രവാചകൻ അവരോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. അബൂബക്കറെ, ഉമറെ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു അനുഗ്രഹമുണ്ടല്ലോ, ഈ അനുഗ്രഹത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതവുമായി ഇതൊന്ന് ബന്ധപ്പെടുത്തി നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നവരാണ് നമ്മൾ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹീതരായ നമ്മൾ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് അള്ളാഹുവിനെ മറക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തി നോക്കി നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുകയാണ് വേണ്ടത്. അതാണ് പ്രവാചകൻ അവിടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നതും. അങ്ങനെ അള്ളാഹുവിനെ അംഗീകരിച്ച് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്ന നല്ലവരായി പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കേണ്ടതുണ്ട്.